ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സുമ്മ കുളമ്പാണ്. സുമ്മ കുളമ്പ് എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന വളരെ പെട്ടെന്ന് അധികം ഒരു പരിപാടി ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു കൂട്ടാനാണ് സുമ്മ കുളമ്പ്. അതൊരു തരം പുളിയാണ്. ഓക്കെ, അപ്പോ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്നത് ചെറിയ ചെറിയ വഴുതിനിങ്ങയാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം, സ്റ്റാർട്ടിങ് ഫ്രം ചൊരക്ക, അതേമാതിരി തന്നെ നമ്മുടെ മുള്ളങ്കി, അതേമാതിരി മുരിങ്ങക്കായ ഉരുളക്കിഴങ്ങ് കോമ്പിനേഷൻ ഇടാം, അല്ലെങ്കിൽ വെറും ഉരുളക്കിഴങ്ങ് മാത്രം ഇടാം. ഇത് ഒരു പുളി ബേസ് ആയിട്ടുള്ള ഒരു കൂട്ടാനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പേര് സുമ്മ കുളമ്പ്. വാങ്ങോ പാക്കലാം സുമ്മ കുളമ്പ്. അപ്പൊ വരൂ നമുക്ക് ഉണ്ടാക്കാം സുമ്മ കുഴമ്പ്. അതിന് ഞാനിവിടെ ചെറിയ ചെറിയ വഴുതിനിങ്ങയാണ് എടുത്തിരിക്കുന്നത്. മുഴുവനായിട്ട് ആ ഞെട്ടും കളയണ്ട, അങ്ങോട്ട് മുറിച്ചിട്ട് ചെറുതാക്കും വേണ്ട. നാലാക്കുക, ഉള്ളിൽ വൃത്തികേട് വല്ലതും ഉണ്ടോ നോക്കുക, ക്ലീൻ ആക്കിയിട്ട് എന്നിട്ടൊന്ന് നാലാക്കി കീറി വെക്കുക. ഇപ്പുറത്ത് ഞാൻ അയൺ ചീഞ്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്, ഇരുമ്പ് ചീഞ്ചട്ടി. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കടുക് ഇട്ട് കൊടുക്കുന്നു, വറ്റൽ മുളക്, പിന്നെ വേണ്ടത് ഉലുവ, എല്ലാം ഓരോ സ്പൂണ്, ചെറിയ സ്പൂണിന്. ഇനി ഇത് നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടണം, അതായത് ഉലുവയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടണം. ഇനി മൂത്ത് കിട്ടുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ കത്രിക്ക ഇട്ട് കൊടുക്കാം. ഇവിടെ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും ഇടാം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ മാതിരി ചോയ്സ് ഇസ് യോസ്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇരുമ്പ് ചീഞ്ചട്ടിയിൽ വെക്കണ സമയത്ത് നല്ല രുചിയായിരിക്കും. എന്തൊരു കാര്യം വെച്ചാലും ഇരുമ്പ് ചീഞ്ചട്ടിയിൽ നല്ലതാണ്. ഇപ്പം ഞാൻ കൂടുതലായിട്ടും ഇരുമ്പ് ചീഞ്ചട്ടിയിലാണ് വെക്കണത്. ഹീമോഗ്ലോബിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂണോളം മുളക് പൊടി, അതേമാതിരി അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, ഈ കത്രിക്ക ഉടയാൻ പാടില്ല, നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കണം. അപ്പോഴേ നമ്മൾ കൂട്ടാനിലിടുമ്പോൾ ഇത് നമുക്ക് മുഴുവനായിട്ട് കഴിക്കാൻ കിട്ടുള്ളൂ. ഇനി ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള ഗാർലിക് ഇട്ട് കൊടുക്കാം. ഞാൻ ഗാർലിക്കിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, അതിന് കുറച്ചും കൂടി ഫ്ലേവർ കൂടും. ഇനി ആവശ്യത്തിന്, ഈ കൂട്ടാനിന് വേണ്ട കംപ്ലീറ്റ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മുഴുവനുള്ള ഗാർലിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കത്രിക്കയുടെ കൂടെ ഗാർലിക്ക് നിങ്ങൾക്ക് കടിക്കാൻ കിട്ടും, നല്ല ടേസ്റ്റാണ് അതിനും. പക്ഷേ ഇത് കുറച്ചും കൂടി ഫ്ലേവർഫുള്ളായിരിക്കും. ഇനി ഇത് ആവട്ടെ, നമുക്ക് പുളിവെള്ളത്തിൻ്റെ കാര്യം നോക്കാം. ഒരു വലിയ നാരങ്ങ വലുപ്പത്തിനുള്ള പുളി ഞാൻ വെള്ളത്തിലാക്കിയിട്ട് കുരുവൊക്കെ കളഞ്ഞ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി വലുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇനി കുളമ്പ് മുളകാ തൂളാണ്. ഇനി ഇത് നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം, ഒരു കുഴപ്പമുണ്ടാവില്ല. ലേശം സാമ്പാർ പൊടി, ലേശം മല്ലിപ്പൊടി. ഞാൻ 1.5 സ്പൂണോളം കുളമ്പ് മുളകാ തൂൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് ഈ തക്കാളിയും ഈ പുളിയും എല്ലാം കൂടി നന്നായിട്ട് ഞെരടുക. എന്നിട്ട് ഇതൊന്ന് കറക്റ്റാക്കി വെക്കുക. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിരിക്കുന്ന ഈ ഒരു കത്രിക്കയിലേക്ക് ഇത് നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ പുളിവെള്ളവും അതേമാതിരി തന്നെ കുളമ്പ് മുളകാത്തൂളും ആ ഞെരടിയ തക്കാളിയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരു 5-10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഈ നന്നായിട്ട് ഈ വഴുതിനിങ്ങയൊക്കെ അതിൽ കിടന്ന് നന്നായിട്ട് വേവും, നല്ലപോലെ പുളി പിടിക്കും. അപ്പോൾ നമ്മൾ വറുത്ത സ്ഥിതിക്ക് ഇതൊന്നും ഉടയുമില്ല. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ ഇതുപോലെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം, ശർക്കര ഇട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ അതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാനിതൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു വെള്ളത്തിൻ്റെ പരുവത്തിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദോശയ്ക്ക്, ഇഡ്ഡലിക്ക്, അതേമാതിരി തന്നെ ചോറിൻ്റെ കൂടെ എല്ലാം തന്നെ സൂപ്പറായിരിക്കും. അപ്പോൾ ഇതാണ് തമിഴ്നാട്ടിലെ സുമ്മ കുളമ്പ് എന്ന് പറയുന്ന ഒരു സംഭവം. വലുതായിട്ട് പണിയൊന്നുമില്ല, വേഗം തന്നെ ചട്ടുപുട്ടയെന്ന് കാര്യങ്ങളായിക്കോളും. അപ്പോൾ ഞാൻ വേറെ ഒന്നും തന്നെ എടുത്തിട്ടില്ല. നന്നായിട്ട് ആറിയ സുമ്മ കുളമ്പും നമുക്ക് വെച്ചിരിക്കുന്ന ചോറും പിന്നെ ഞാൻ ചക്ക വറുത്തതും കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ വേറെ ഒന്നിൻ്റെയും അക്കമ്പനിമെൻറ്റ് ഇല്ലാണ്ട് ഇത് മാത്രം തന്നെ നമുക്ക് നല്ലോണം കഴിക്കാൻ പറ്റും. പിന്നെ ഈ കുട്ടി വഴുതിനിങ്ങ ആയതുകൊണ്ട് എടുത്ത് കഴിക്കാൻ ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പുളി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയുന്നു, സുമ്മ കുളമ്പ് വെച്ച് പാരുங்க, ചുമ്മാ സൂപ്പറാக இருக்கும். അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ വരൂ നമുക്ക് ഊണ് കഴിക്കാം, സുമ്മ കുളമ്പും സാപ്പാടും. അപ്പോൾ വാങ്ങോ സാപ്പിടலாம், സുമ്മ കുളമ്പും സാപ്പാടും. ஓகேவா? கத்திரிக்காய் சும்மா குழம்பு சொல்லவா வேணும்? Awesome.
കൂടെ എന്തെങ്കിലും കടിക്കാൻ വേണ്ടേ? അപ്പൊ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്ക വറുത്തത്. ദോശയുടെ കൂടെ ഇഡ്ലിയുടെ കൂടെ ഒക്കെ സൂപ്പർ ആയിരിക്കും. വാ, അടുത്ത ദിവസം വെള്ളം പാർന്ന ചോറ് കൂട്ടി കഴിച്ച എന്റെ ഭഗവാനെ എന്തായിരിക്കും രുചി. അരുമൈ കത്രിക്ക. ഒരുപാട് പേര് എൻ്റെ വീഡിയോ കണ്ടിട്ട് പച്ചക്കറി കഴിക്കാൻ മടിച്ചു എന്ന് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് മക്കളെ. ചില കൂട്ടാനൊക്കെ ഉണ്ടല്ലോ, സ്വർഗം. ഉപ്പേരിയും വേണ്ട, ഒന്നും വേണ്ട. കുളമ്പ് മുളകാത്തൂൾ ഉണ്ടെങ്കിൽ ഉത്തമം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ലേശം ജീരകപ്പൊടി, ലേശം സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ടാക്കും. ഓക്കെ വാ, അപ്പൊ ഉണ്ടാക്കി നോക്കണം. மறக்கல விசாரிக்கணும். கண்டிப்பா 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 பண்ணி பாருங்க. சும்மா குழம்பு அவ்வளோ அழகா இருக்கும், அவ்வளோ அருமையா இருக்கும். ஓகே, அப்ப மீண்டும் நமக்கு காணாம். Till then, take care and bye bye.